നിലമ്പൂരിൻ്റെ നിയുക്ത MLA ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് സത്യപ്രതിജ്ഞക്കായി യാത്ര അയക്കുന്നതിന് വേണ്ടിയാണ് M4 വിഷൻ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. സത്യപ്രതിജ്ഞ ചടങ്ങിനായി യാത്രയാകുന്ന വേളയിൽ പ്രിയപ്പെട്ടവരോടായി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. സുഹൃത്തുക്കളെ, നിലമ്പൂരിൻ്റെ ജനപ്രതിനിധിയായി സത്യവാചകം ചൊല്ലുന്നതിന് വേണ്ടിയാണ് നാളെ 3:30 മണിക്ക് തിരുവനന്തപുരത്ത് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ. അതിനുവേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നത്. എന്തായാലും നിങ്ങൾ തന്ന സ്നേഹത്തിന്, നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിന് നിങ്ങളുടെ പിന്തുണയും ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ വേണമെന്നാണ് വിനീതമായി പറയുന്നത്. നിരവധിയായ വെല്ലുവിളികളെ അതിജീവിച്ച് കലർപ്പില്ലാത്ത 11,077 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷവുമായിട്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് പ്രവേശിക്കുന്നത്. പോകുന്ന വേളയിലും നല്ല നിലമ്പൂരിനായി ഇനിയുള്ള നാളുകളിൽ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. DCC പ്രസിഡന്റ് VS ജോയി, KPCC സെക്രട്ടറി VA കരീം തുടങ്ങിയ UDFൻ്റെ മുഴുവൻ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരുമാണ് അദ്ദേഹത്തോടൊപ്പം യാത്ര തിരിച്ചിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ ഒരു കാലാവധി മാത്രമാണ് ഈ സഭയ്ക്കുള്ളത്. എന്നാൽ നിലമ്പൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ കാലയളവ് വളരെ പരിമിതവുമാണ്. നിലമ്പൂരിൻ്റെ വികസനം എന്നത് 2016 UDF ഗവൺമെൻറ് കൊണ്ടുവന്ന ബൈപ്പാസ് നിർമ്മാണം ഇതുവരെ എങ്ങുമെത്തിയില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടത്. നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജും KSRTC ബസ് ടെർമിനലും മറ്റൊന്നാണ്. ടീച്ചറെ